പിതാവ് പല സാമൂഹിക പ്രശ്നങ്ങളിലും തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയോര പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ, കടലോര പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ, കുട്ടനാടിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം പിതാവ് കൃത്യസമയത്ത് അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കൃത്യമായൊരു നിലപാടുണ്ട്, അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാറുണ്ട്. പൗത്രൽ പിതാവ് ഇതുപോലെയായിരുന്നു, നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കും. ഞാൻ ഇതിനു മുമ്പ് എഡ്യൂക്കേഷൻ മേഖലയിലായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞാൻ പിതാവിൻ്റെ ലേഖനങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടെ വായിക്കാറുണ്ട്, കുറിച്ച് വയ്ക്കാറുണ്ട്. കാരണം പിതാവ് ഓരോന്നും കൃത്യമായി പഠിച്ചാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതേ ഒരു രീതിയിലാണ് പിതാവ് പലപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, കൃത്യമായ രീതിയിൽ. അതേസമയം വളരെ ആഴത്തിലുള്ള പഠനം അതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രശ്നം അറിയാം, മുനമ്പം ചെറായി പ്രശ്നങ്ങളറിയാം, വഖഫുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. പിതാവിൻ്റെ നിലപാട് എന്താണ്? ചെറായി മുനമ്പം പ്രദേശങ്ങളിലേത് അവിടുത്തെ ആ ജനങ്ങളോട് കാട്ടുന്ന ഒരു വലിയ അനീതിയാണ് എന്നുള്ളതാണ് നമ്മുടെ സഭയുടെ പൊതു നിലപാട് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ആ നിയമം പഠിക്കാനുള്ള സമിതിയെ, പാർലമെൻ്ററി സമിതിക്ക് നമ്മൾ നമ്മുടേതായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഇതാണ്, ഈ ഒരു കേസ് നിങ്ങൾ എടുക്കുക. ഈ ഒരു കേസിൽ എന്താണ് സംഭവിച്ചത്? 600ഓളം പട്ടയങ്ങളുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ 450ഓളം വീട്ടുകാർക്ക് അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമി, അത് പഴയ എന്തോ ചരിത്രമൊക്കെ വെച്ച് വഖഫ് ബോർഡിൻ്റേതാണെന്നൊക്കെ പറയുന്നത്, അതെങ്ങനെ നമുക്ക് ന്യായീകരിക്കാനായിട്ട് സാധിക്കും? അപ്പോൾ അത് ആ മനുഷ്യരുടെ മുഴുവൻ അവകാശങ്ങളെ ഒരു പ്രത്യേക മതത്തിൻ്റെ നിയമം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ ഇറക്കി വിടുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അത് വഖഫിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇനി നമ്മുടെ ക്രൈസ്തവ നിയമങ്ങൾ ഉപയോഗിച്ച് ആരെങ്കിലും ഇറക്കി വിട്ടാലും നമുക്ക് ഇതേ നിലപാട് തന്നെയാണ്. ആരെയും നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഓരോരുത്തർക്കും അവകാശങ്ങളുണ്ട്, അത് നമ്മൾ മാനിക്കണം. അപ്പോൾ ഇവിടെയൊക്കെ വരുന്നത് ഈ മതത്തിൻ്റെ തലത്തിൽ തന്നെ നിൽക്കണം. മതം ഒരിക്കലും രാഷ്ട്രത്തിൻ്റെ അധികാരം കൈയാളിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പല മേഖലകളിലും. അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ബഹുസ്വരതയുടെ ഒരു രാജ്യമാണ്. എല്ലാവർക്കും അവരവരുടേതായ സ്ഥാനമുണ്ട്, അതുണ്ടാവണം. നമ്മൾ ഒരു മതത്തിനോ ഒരു മതവിശ്വാസത്തിനോ തളർത്താനായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ എല്ലാ മതവിശ്വാസികളും പഠിക്കുന്നുണ്ട്. അവരൊക്കെ അവരുടെ മതവിശ്വാസത്തിൽ ആഴപ്പെട്ട് തന്നെ പോകുന്നുമുണ്ട്. നമ്മൾ ആ ഒരു വലിയ സ്വാതന്ത്ര്യം സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് മതവിശ്വാസങ്ങൾ പുലർത്തുന്നവരുടെ സ്കൂളുകളിൽ പഠിച്ചാലും അവിടെ ചാപ്പലുണ്ടാക്കണമെന്നോ അവിടെ കുർബാന വേണമെന്നൊന്നും അവരാരും ആവശ്യപ്പെടാറില്ല. അവർ തൊട്ടയിലൊക്കെ പള്ളിയിൽ പോയി കുർബാന കാണണമെന്ന് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയും മര്യാദയും മാന്യതയും കാട്ടുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ മേലെ ഏതോ ഒരു മതത്തിൻ്റെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിന് അപ്പീൽ പോലുമില്ല, സുപ്രീം കോടതിക്ക് പോലും അതിനകത്ത് ഉൾപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകുന്നത്? സുപ്രീം കോടതിക്ക് ഇടപെടാൻ പാടില്ലാത്ത ഒരു നിയമം ഒരു ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സുപ്രീം കോടതി എന്തിനു വേണ്ടിയിട്ടാണ് എക്സിക്യൂട്ടീവിനെയും ലെജിസ്ലേച്ചറിനെയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ജുഡീഷ്യറി വെച്ചിരിക്കുന്നത്. ഇവർ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് നോക്കാൻ. അതിനകത്തു നിന്ന് ഇത് മാറ്റിക്കളയുക എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്? സാധാരണ മനുഷ്യൻ്റെ അവകാശങ്ങൾ നമ്മൾ പിന്നെ എവിടെ പോയി സംരക്ഷിക്കും? അപ്പം അതുകൊണ്ട് ആ ഒരു തലത്തിലൊക്കെ നമുക്ക് ആ ജനത്തിൻ്റെ കൂടെ നിന്നേ പറ്റൂ. അവരുടെ അവകാശങ്ങൾ മാനിക്കപ്പെടണം എന്നത് തന്നെയാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. സഭയിലും അതേ നിലപാടുണ്ടെങ്കിലും അത് ശക്തമായ ഭാഷ അല്ലെങ്കിൽ ശക്തമായ സ്വരമായിട്ട് എല്ലായിടത്തും ഉയരുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് പൊതുവേ. അത് എത്രത്തോളം ആ ഒരു പ്രശ്നം ഗൗരവമാണ്, അത് അവരെത്രമാത്രം ശക്തമായിട്ടാണ് അത് അനുഭവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ക്ലാരിറ്റി നമ്മുടെ ആൾക്കാർക്ക് പലർക്കും ഇല്ല. രണ്ടാമതായിട്ട് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുള്ളത് വഖഫ് നിയമത്തിൽ ഇപ്പോൾ ഉടനെ വരുന്ന ഭേദഗതിയെക്കുറിച്ചാണ്. അപ്പോൾ അത് ഭേദഗതി വരുവാണെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നം മാറും എന്നൊരു പ്രതീക്ഷ സാമാന്യ ജനത്തിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.